Good morning, all. Good morning. Good morning. Good morning. Good morning. Good morning, Good ma'am. morning, ma'am. Good morning. Morning. ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആണല്ലേ? മോർണിംഗിൽ തന്നെ നല്ലൊരു മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരാം കേട്ടോ. എല്ലാവരും വീഡിയോ മോഡിൽ വരാം. കഴിയുന്നവർ മോർണിംഗ് ടൈം ആകുമ്പോൾ നമുക്ക് ആരെയും നിർബന്ധിപ്പിക്കാൻ പറ്റൂല അല്ലേ? മാക്സിമം എല്ലാവരും വരാൻ കഴിയുന്നവർ വീഡിയോ മോഡിൽ വരാം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വെൽക്കം ചെയ്യാണ്. വാം വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഹാപ്പി അല്ലേ എല്ലാവരും? ഓക്കെ, എല്ലാവരും ഹാപ്പി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൂട്ട് കോസ് അവെയർനെസ്. റൂട്ട് കോസ് അവെയർനെസ് എന്ന് പറയുമ്പോൾ ഇപ്പം കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ അറിയാമായിരിക്കും എന്താണ് റൂട്ട് കോസ് എന്നുള്ളതൊക്കെ അല്ലേ? ഒരുപാട് പേര് കോഴ്സിൽ ജോയിൻ ചെയ്തവരായിരിക്കാം. ഇപ്പോൾ റൂട്ട് കോസ് അവെയർനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാണ്. വാം വെൽക്കം ഓൾ ഓഫ് യു. പിന്നെ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹാജിറ. ഞാൻ ഇൻസ്പേഴ്സ് അക്കാദമിയിൽ സീനിയർ മെൻറ്ററാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. സെഷനിലേക്ക് കടക്കാം. എല്ലാവരും റെഡി അല്ലേ? സെഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി അല്ലേ? എന്താണ്? Yes, ഓക്കെ ma'am. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കറൻ്റ്ലി കുറച്ച് പ്രോബ്ലംസിലൂടെയും ചാലഞ്ചസിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കും അല്ലേ? നമ്മൾ പല റിലേഷൻഷിപ്പ് ഏരിയാസിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയൊക്കെയുള്ള പല ചാലഞ്ചസിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും മിക്ക ആളുകളും അല്ലേ? അപ്പോൾ അതിനൊക്കെ കാരണം എന്താണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചാലഞ്ചസ് വരാൻ കാരണം എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പം എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ എത്ര ക്ലിയർ ചെയ്യാൻ ഞാൻ പല കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. പല സൊല്യൂഷൻസ് ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ? അപ്പോൾ അതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ഇൻകം സോഴ്സിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിലേക്ക് പണം വരുന്നില്ല. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ്, അസുഖങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ. അതുപോലെ ഒരു ഏജ് കഴിഞ്ഞാൽ 35 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പല ജീവിതശൈലി രോഗങ്ങളും, ബ്ലഡ് പ്രഷർ കൂടുക, നോർമൽ അല്ലാത്ത അവസ്ഥ, അതുപോലെ ഡയബറ്റീസ്, അത് പല പല അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ ഇഷ്യൂസ്. അപ്പം ഇതിനെല്ലാം കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ലൈഫിൽ സംഭവിക്കാനുള്ള കാരണം, ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം എന്താണ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. ഇപ്പോൾ അനുഭവിക്കുന്നത് യഥാർത്ഥ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. നമ്മുടെ ബോഡി അത് കാണിച്ചു തരും, നമ്മളിൽ നിന്നും അത് റിലീസ് ചെയ്യപ്പെടല്ല, നമ്മുടെ അത് ബോഡി എന്താ ചെയ്യണേ? ബോഡിയിൽ പുറത്ത് വരുന്ന ആ രൂപത്തിലാണ് അസുഖങ്ങളായിട്ട്, പല പല പ്രോബ്ലംസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? അതാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. ഞാൻ കുറച്ച് നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കിയിട്ട് കൊണ്ടുപോകല്ലേ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങളൊന്ന് എനർജറ്റിക്കായി നിങ്ങളൊന്ന് ഇതിൽ ടെക്സ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്?
ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. അയ്യൂബ് സർ പറയുന്നു ട്രോമാസ് ആണെന്നുള്ളത്. ഓക്കെ. അയ്യൂബ് സർ നമ്മുടെ സെഷനിൽ ജോയിൻ ചെയ്ത ആളാണ്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ചിലപ്പോൾ പല തിരക്കുകളൊക്കെ ആയിരിക്കുമല്ലോ, മീൻസ് കിച്ചണിലുള്ളവരുണ്ടാവും, ഇതൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് യഥാർത്ഥ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതിൻ്റെ കാരണം, മൂലകാരണം, നമ്മൾ റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം മീനിങ് വരിക മൂലകാരണം. അത് കണ്ടെത്തി ഹീൽ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമുക്ക് അതിൽ നിന്നും റിക്കവർ ആവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, തലവേദന വരാറുണ്ടല്ലേ പലർക്കും. തലവേദന, ബാക്ക് പെയിൻ, അല്ലെങ്കിൽ വയറുവേദന, ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം കോഴ്സിലേക്ക് പങ്കെടുത്തവരോടല്ല, ഹീലിംഗ് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഡോക്ടറെ അടുത്ത് പോവും, മരുന്ന് വാങ്ങും, കഴിക്കും. ആ സമയത്ത് ചെറിയൊരു ആശ്വാസം തോന്നും, വീണ്ടും വരും, അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവാറില്ല? അപ്പോൾ ശരിക്കും ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ്, നമുക്ക് ഹെഡേക്ക് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നൊരു ടൈമാണ്. ഫിനാൻഷ്യൽ സ്ട്രെസ് ആവാം, റിലേഷൻഷിപ്പിലുള്ള സ്ട്രെസ് ആവാം. നമ്മുടെ ഈ ഹെഡേക്കിനുള്ള റീസൺ എന്താണ്? ഈ ഒരു നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് ഈ ഒരു തലവേദനയ്ക്ക് കാരണം. അതുപോലെ ബാക്ക് പെയിൻ, അല്ലേ? ഒരു ചെറിയ ഏജിലും വരാറുണ്ട്. ഇപ്പോൾ ഒരു 25 ആ ഒരു ഏജ് തൊട്ടൊക്കെ പല ആളുകൾക്കും ഇങ്ങനെ ബാക്ക് പെയിനും കൂടുതൽ കണ്ടുവരുന്നത് ഒരു 30+ ഏജിലുള്ള ആളുകളിലാണ്. കാരണം എന്താണ്? അവരനുഭവിച്ച ട്രോമാസ് ഉള്ളിൽ കിടന്നിട്ട്, നമ്മൾ ഓരോ ട്രോമ അനുഭവിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുമ്പോൾ പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നെഗറ്റീവ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അതെന്താണ്? അതവിടെ കിടന്ന് ടോക്സിൻസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ പല വിഷമങ്ങളുടെയും സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതെല്ലാം നമ്മുടെ ബോഡിയിൽ ഓരോ ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്, ഈ നെഗറ്റീവ് എനർജി. ഈ നെഗറ്റീവ് എനർജിയാണ് പിന്നീട് നമുക്ക് പെയിനായിട്ടും പ്രശ്നങ്ങളായിട്ടും എല്ലാം വരുന്നത്. ഇത് ഹെൽത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത്. പക്ഷേ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഇപ്പം സെൽഫ് കോൺഫിഡൻസ്, ചില ആളുകൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെ? സെൽഫ് ലവിൻ്റെ കുറവ്, സെൽഫിന് ഇഷ്ടമല്ല, ഒരു വിശ്വാസമില്ല, ഒരു വാല്യൂ ഇല്ല, എനിക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം, ഇതെല്ലാം നമുക്ക് ഉണ്ടായിത്തീരുന്നത് എവിടെ നിന്നാണ്? അതെല്ലാം ഒരു ബൈ പ്രൊഡക്റ്റാണ്, ഇതെല്ലാം ഒരു ഔട്ട്പുട്ടാണ്. പക്ഷെ അതിന് മൂല കാരണം എവിടെയാണ് കിടക്കുന്നത്? മറ്റൊരു രീതിയിലാണത് ഉണ്ടാവുക. അപ്പോൾ ഈ റൂട്ട് കോസ് എപ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് കയറി കൂടിയിട്ടുള്ളത്? ഇനി അതൊന്ന് നോക്കാം. ഈ മൂല കാരണം എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ കയറി കൂടിയിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പഠനങ്ങൾ പറയുന്നത് 0 to 15 ഇയേഴ്സിൽ, 0 to 15 എന്ന് പറയുമ്പോൾ അമ്മയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന, നമ്മൾ വൂം സ്റ്റേജിൽ നിൽക്കുന്ന ടൈം മുതൽ 15 വയസ്സ് വരെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. ഓക്കെ. പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു ബിലീഫായിട്ടൊക്കെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് ഈ ഒരു കാലയളവിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായം. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് എന്താണോ നമുക്ക് ലഭിക്കുന്നത്, എന്താണോ നമുക്ക് എക്സ്പീരിയൻസസിലൂടെ, എൻവയോൺമെൻറ്റിലൂടെ, എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബിലീഫ്സ് ആയിട്ടും നമ്മുടെ സ്വഭാവങ്ങളായിട്ടും പെരുമാറ്റങ്ങളായിട്ടൊക്കെ വരാം. ഓക്കെ. അപ്പോൾ ഈ 15 വയസ്സ് വരെയുള്ള ആ ഒരു ലൈഫിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് ബേസിക് റൂട്ട് കോസ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം, പാരൻറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അല്ലേ?
അപ്പം പാരൻസിന് അറിയില്ല. അപ്പം ഈവൻ നമ്മൾ പോലും അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോഴുള്ള കാലത്ത് പോലും ഒരുപാട് അറിവ് കിട്ടിയിട്ടും സ്ട്രഗിൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുറച്ചു മുൻപുള്ള ഒരു പാരന്റിംഗ് എന്നൊക്കെ പറയുമ്പം അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളവരും ഉണ്ടായിരുന്നു, താരതമ്യേന കുറവായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിംഗ് എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത്, അത് പല ട്രോമാസിലൂടെ ആയിരിക്കാം, പല കാര്യങ്ങൾ കേട്ടറിഞ്ഞതിൻ്റെതായിരിക്കാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ കാര്യമായിരിക്കാം, ചുറ്റുപാടുകളിൽ നിന്നും കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് രൂപപ്പെടുന്നുണ്ട്. ഈ ബിലീഫ് സിസ്റ്റമായിട്ട് രൂപപ്പെട്ട കാര്യങ്ങളാണ് ഈ 15 വയസ്സിന് ശേഷം അങ്ങോട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറയും. ആകർഷിക്കപ്പെടുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല പ്രോബ്ലംസ്, ഇപ്പോൾ ഒരു 20 വയസ്സുള്ള വ്യക്തിയാവട്ടെ, ഏത് പ്രായത്തിലുള്ള 15 വയസ്സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ ചാലഞ്ചസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചാലഞ്ചിലൂടെ കടന്നു പോകുന്ന റിലേഷൻഷിപ്പിലാവട്ടെ, ഫിനാൻഷ്യലി ആവട്ടെ, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് വൈസ് ആവട്ടെ, അവർ ഈ 15 വയസ്സിന് മുൻപ് അതിനൊരു അനുഭവിച്ച ഒരു കാരണം അതിൽ ഉണ്ടാവും. ഓക്കെ. അത് കണ്ടെത്തി ഹീൽ ചെയ്യുമ്പോഴാണ് ഇപ്പോഴുള്ള ചാലഞ്ച് പൂർണ്ണമായിട്ടും അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുക. അത് ഹീലാവുകയുള്ളൂ. ഡീപ്പർ ലെവലിൽ ഹീൽ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിൽ നിന്നും ആ ഒരു പ്രോബ്ലം ക്ലിയർ ആവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു 15 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ എന്താണ്, അതൊരു ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടും. അത് പിന്നീട് നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ. കൂടുതൽ ക്ലിയർ ആവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഒരു 8th-ലോ 7th-ലോ ഒക്കെ പഠിക്കുന്ന കാലത്ത്, 6th-ലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യാണ് നമ്മൾ. ഓക്കെ. അപ്പോൾ ആ സമയത്ത്, ആ ഒരു പ്രസൻറ്റേഷൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു. ഓക്കെ. അപ്പോൾ ആ മിസ്റ്റേക്ക് സംഭവിച്ച സമയത്ത് നമുക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമവും, അത്രയും ക്രൗഡ് ഉണ്ടാവില്ലേ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയത്ത്, ഇത്രയും ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നമുക്കൊരു ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, പിന്നീട് നമ്മളത് പറഞ്ഞ് ഫ്രണ്ട്സും നെയ്ബേഴ്സും ഒക്കെ കളിയാക്കുക, അല്ലെങ്കിൽ സിബ്ലിങ്സും ഒക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം രൂപപ്പെട്ടിട്ടുണ്ടാവും. എന്താണ്? ഇനി ഞാൻ ചെയ്യില്ല, എനിക്കത് കഴിയില്ല, ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളൊരു ബിലീഫ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ. ആ സമയത്ത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ വർക്കിലും കാര്യങ്ങളിലൊക്കെ ആകുമ്പോഴും ഈ ഒരു കാര്യം, ഇപ്പോൾ ഒരു കുറച്ച് ആളുകളുടെ ഇടയിൽ സംസാരിക്കുക എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒന്ന് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ക്ലയൻസിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഈ ഒരു പ്രോബ്ലം അവിടെ നമുക്ക് വരും. മീൻസ് എന്താ? നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, നമുക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ. ഇപ്പോൾ സ്റ്റേജ് ഫിയർ, ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് സ്റ്റേജ് ഫിയറിനെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ പറ്റാതെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ടായി പോവുക, സംസാരിക്കാൻ കഴിയുന്നില്ല, ഞാൻ സംസാരിച്ചാൽ തെറ്റുമോ, എനിക്കത് കഴിയുമോ എന്നുള്ള ഡൗട്ട്, ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ഉണ്ടാവാറുണ്ടോ? എനിക്കതിന് കുട്ടിയമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ കഴിവുകളൊക്കെ നേടിയെടുത്തപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വന്നു. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പം മാം ഇങ്ങനെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നോ? സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഓക്കെ. പഠിക്കുന്ന മാഷൊക്കെ പറയേ, ഇവളൊന്നും പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് പറയും. അച്ഛൻ പഠിപ്പിച്ച
സ്റ്റുഡൻ്റ് ആണ് അവര്. പക്ഷെ എനിക്ക് വല്ലാതെ വിഷമമായി. ഇപ്പോഴും ഞാൻ മറക്കില്ല. ഓക്കെ ഇപ്പൊ ആ ഓക്കെ. സാറെ കണ്ടാൽ ഞാൻ നമസ്തേ ഒന്നും പറയില്ല. അതെ അതെ അതെ. ആ ഒരു അപ്പോ വിഷമം തോന്നും. അതെ പക്ഷെ തീർച്ചയായിട്ടും. ഇമ്പ്രൂവ് ആയി കാര്യങ്ങളൊക്കെ. ഉം ഉം. ഉം ഉം. ഓക്കെ. അപ്പോ ഇതാണ് നമ്മള് ആ ഒരു കുട്ടിക്കാലത്ത് അനുഭവിച്ച ആ ഒരു വേദനയിൽ നിന്നും പിന്നീട് നമുക്കത് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും. ചില കാര്യങ്ങള് പല മാമിന് ഫസ്റ്റ് ടൈം ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നില്ലേ? ആ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ. ആൾക്കാരെ നോക്കാൻ വയ്യ, എന്നെ അതാണോ നോക്കണത് അതുകൊണ്ടാണോ നോക്കണത്, ഇങ്ങനെ ഒരു മനസ്സ് തോന്നിച്ചു. എന്നാൽ ആരോടൊന്നും മിണ്ടില്ല, എല്ലാരോടും ദേഷ്യം. ഉം ഉം. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിപരീതേ ഞാൻ പറയുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ആളെ അതുകൊണ്ട് ഇപ്പൊ നല്ല കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നുണ്ട് ഓരോ സംഗതികള്. അതെ അതെ. അപ്പൊ ഒരു അതാണ് ആത്മവിശ്വാസം. ഉം. അപ്പൊ അതാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് റൂട്ട് കോസസ്. അപ്പൊ നമ്മള് എവിടെയാണ് പ്രശ്നം എവിടെയാ കിടക്കുന്നത്? നമ്മുടെ ചൈൽഡ്ഹുഡിലാണ് കിടക്കുന്നത്. ഓക്കെ. നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും നമ്മുടെ എന്താ മറക്കാൻ പറ്റാത്തത്? ഞാൻ അതാ ആലോചിക്കുന്നത്. ഇത്ര കാലം കഴിഞ്ഞ് ഇത്രക്ക് ഇമ്പ്രൂവ് ആയിട്ടും പണ്ടത്തെ ആ കാര്യങ്ങൾ പിന്നെ ഓർമ്മ വരും ഓരോ മറ സന്ദർഭം വരുമ്പോ. അതെ അതെ. അത് മറക്കാൻ കഴിയില്ല മാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം ചിലര് സ്റ്റോർ പറയും അത് ആണ്. പറയാൻ പാടില്ല, അത് പറഞ്ഞാല് നമ്മൾ തന്നെയാണ് ഇതാവുക. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അത് സന്ദർഭം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. പറഞ്ഞു പോകും. അത് നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഉള്ളത് കൊണ്ടാണ്. അത് ഹീൽ അത് ചെയ്യണം. ഹീൽ ഹീൽ ചെയ്യണം. ചെയ്യണം അല്ലേ? ഉം. ഹീൽ ചെയ്താൽ അതെ. അത് പോവോ ശരിക്കും? തീർച്ചയായിട്ടും. ഓരോ കാര്യങ്ങളൊക്കെ പോവോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എല്ലാം അതെ. പോവും. ഇപ്പൊ നമുക്ക് ആഹാ. എത്ര വലിയൊരു ട്രോമയാണ് നമ്മൾ അനുഭവിച്ചതെങ്കിലും ഒരു ആ. ടാപ്പിംഗ് മാം കോഴ്സ് ചെയ്തിട്ടില്ല അല്ലെ? EFT ഇല്ല. കോഴ്സിന് ടാപ്പിംഗ് ഉം. തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് സാമ്പത്തിക ആ സ്റ്റേജ് അല്ല, അതുകൊണ്ടാ. ഓക്കെ. ഉം. അപ്പോ മാം പറ്റും കേട്ടോ. മാം അതിലേക്ക് ഒരു ആഗ്രഹം കൊടുക്കുക. അപ്പൊ അതിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ മൈൻഡാണ് എല്ലാം. നമ്മൾ എന്താണോ അതെ കൊടുക്കുന്നത് അത് നമുക്ക് അതെ. തിരിച്ചു വരും. ഓക്കെ. സന്ദർഭം വരും വിചാരിച്ച് കാത്തിക്ക ഞാന്. ഓക്കെ ഓക്കെ. ആക്ഷൻ എടുക്കുക. ഓക്കെ. അതെ, ആക്ഷൻ അപ്പൊ ആണല്ലോ. ഉം. അപ്പോ എന്താണ് ഈ ഒരു പറഞ്ഞു വന്നത് ചൈൽഡ്ഹുഡിലുള്ള കാര്യം. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതെല്ലാം സ്റ്റോർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാൻ ആർക്കും ഇഷ്ടമല്ല അല്ലേ? ദേഷ്യപ്പെടാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. നമുക്കത് ഭയങ്കര ഒരു ആങ്കർ ഇഷ്യൂ ആയിട്ട് പല ആളുകൾക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ദേഷ്യം നന്നായിട്ട് മക്കളുടെ അടുത്ത്, ഹസ്ബൻഡിന്റെ അടുത്ത്, വൈഫിന്റെ അടുത്ത്, പാരൻസിന്റെ അടുത്തൊക്കെ അത് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്നും വന്നു പോകും. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള വേദനകളും വിഷമങ്ങളും ആണതിന് കാരണം. ഓക്കെ. ഈ വെച്ച അപ്പൊ ഇത് ഹീല് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പൊ ഇത് മാത്രമല്ല ദേഷ്യവും കാര്യങ്ങളായിട്ട് വരുന്നൂന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ പകയുണ്ടാവുന്നു മാത്രമല്ല, നമ്മുടെ ഹെൽത്തിനത് വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ അതാണ്. ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുമ്പോൾ പഠനങ്ങൾ പറയുന്നത് 99% അസുഖങ്ങളും വരുന്നത് സൈക്കോസൊമാറ്റിക് ആണ്. മീൻസ് മനോജന്യ രോഗങ്ങളാണ്. ഈ എന്താണ് മനസ്സിന്റെ നിലയാണ്. അതെ. അതെ. അപ്പൊ ഈ മനോജന്യ രോഗങ്ങള് എവിടുന്നാ ഉണ്ടാവുന്നേ? നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളും, വിഷമങ്ങളും, പ്രയാസങ്ങളും അത് മാത്രമല്ല നമ്മളുടെ കേട്ടറിഞ്ഞ കാര്യങ്ങൾ ബിലീഫ്സ് ആയിട്ട് വരും. ഇപ്പം പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങൾ അതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെയും ഇപ്പൊ ട്രോമാസ് അനുഭവിക്കുന്നതിലൂടെ മാത്രമല്ല അല്ല, ഒരു നമ്മളിലേക്ക് പ്രാവശ്യം ക്ലീൻ ചെയ്താൽ അത് വിട്ടു പോവോ അങ്ങനെ മനസ്സിന്ന് ചീത്ത കാര്യങ്ങള്? ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്താൽ പോകും. അതെ അത് പിന്നെ നമുക്ക് അതിൽ ഇമോഷൻസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റൂല. അല്ലേ? ഇതിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ശരി. ആ. അല്ല, ഇപ്പൊ നടന്ന പോലെയാണ് ഓരോ സംഗതി നമുക്കിപ്പോ തോന്നണതേ. അതെ അതെ. കഴിഞ്ഞാലും അതിൽ നിന്നും പല പ്രശ്നങ്ങളും ഒരു ട്രോമ അനുഭവിക്കുമ്പോ തന്നെ അതിൽ നിന്നും പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതെ അതെ. ഉം. ഓക്കെ. അപ്പോ അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ. അപ്പോ അതത്രയും ഇപ്പൊ മാം പറഞ്ഞ പോലെ പണ്ടുള്ള എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പോലും ആ ഒരു സാറിനോട് പോലും ഇപ്പം മിണ്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതെല്ലാം മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഇവിടെ വരുന്ന അസുഖങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം ക്യാൻസർ ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം പറയപ്പെടുന്നത് നമ്മൾ അത്രയും നമ്മുടെ മുറിവിൽ നിന്നും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള വലിയ വലിയ ആഴത്തിലേറ്റ മുറിവുകൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ അല്ലേ? അതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാതെ പിടിച്ചു വെക്കുന്നത് കൊണ്ട് വരുന്ന അസുഖങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ എല്ലാം 99% അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്. കുറച്ച് അസുഖങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് റൂട്ട് കോസസ് എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
നിങ്ങൾക്ക് അവയർനെസ് നൽകാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏത് ഏരിയയിലായിരുന്നാലും നമ്മൾ അനുഭവിക്കുന്നതിന്റെ റൂട്ട് കോസസ് കിടക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലാണ്. ചൈൽഡ്ഹുഡിൽ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്തും ആ പ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്. 80% പ്രോഗ്രാമിംഗ് നടക്കുന്നത് എവിടെയാണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്താണ്. 80%. അപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഗർഭിണികൾ എന്ത് ചെയ്യാൻ പാടില്ല? സങ്കടപ്പെടരുത്, വിഷമിക്കരുത്, അവരെപ്പോഴും ഹാപ്പി ആക്കിയിട്ട് നിർത്തണം, കുഞ്ഞിനെ ബാധിക്കും, പറയാറില്ലേ നമ്മള്? സോറി. അപ്പോ ഈ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുന്ന സമയത്ത് അമ്മ എന്തൊക്കെയാണോ അനുഭവിച്ചത്, അമ്മ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. 80% പ്രോഗ്രാമിംഗ് നടക്കുന്നത് വൂം സ്റ്റേജിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനുശേഷമുള്ള 20% ആണ് പിന്നീടുള്ള 15 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ സംഭവിക്കുന്നത്, പ്രോഗ്രാമിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് നടക്കുന്ന സമയത്തുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മുടെ പ്രോബ്ലത്തിന് കാരണമായിട്ട് വരുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതിൽ നിന്നൊരു ബിലീഫ് നമുക്ക് രൂപപ്പെടും. അതാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും. പിന്നീട് ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് നിന്നുള്ള ബിലീഫുകൾ പിന്നീട് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അട്രാക്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നിങ്ങൾ പല ആളുകൾക്ക് ചിലപ്പോൾ കോഴ്സിലേക്ക് പങ്കെടുക്കാത്തവർക്ക് അറിയുന്നുണ്ടായില്ല എങ്ങനെയാണ് ഇത് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി പോലെ തന്നെ നമുക്ക് ഒരു എനർജി ബോഡിയും കൂടെ ഉണ്ട്. ഓക്കെ. നമ്മൾ ഈ കാണുന്ന ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്കൊരു എനർജി ബോഡി ഉണ്ട്. അപ്പോൾ ഈ എനർജി ബോഡി നമ്മുടെ തോട്ട്സ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ കാഴ്ച, കേൾവി, നമ്മുടെ വാക്കുകൾ, ഇതിനെല്ലാം എനർജി പവർ ഉണ്ട്. ഓക്കെ. എനർജി പവർ എന്ന് പറയുമ്പോൾ എനർജിയുടെ പ്രത്യേകത എന്താണ്? ഒരേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ എനർജി അട്രാക്ട് ചെയ്യും അല്ലേ? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉള്ളതാണെങ്കിൽ അതേ ഫ്രീക്വൻസിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ അട്രാക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ റിയാലിറ്റി. ഓക്കെ. അപ്പോൾ നമ്മുടെ വേർഡ്സ്, തോട്ട്സ്, ആക്ഷൻസ്, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ഇതെല്ലാം എന്താണ്? നമ്മളിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എൻ്റെ ഉള്ളിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു തോട്ട് എന്താണ്? ആ തോട്ടിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരിക. ഇത് റിയാലിറ്റിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് നമ്മളിലേക്ക് വരും അല്ലെ? നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. വിഷ്വലൈസേഷൻ, അഫർമേഷൻസ് അല്ലെ? ജേർണലിങ് ചെയ്യാറില്ലേ പലരും? മോർണിംഗിൽ തന്നെ അഫർമേഷൻസ് എഴുതുക. മെഡിറ്റേഷനിലൊക്കെ നമ്മൾ അതല്ലേ ചെയ്യുന്നത്? വിഷ്വലി നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മുടെ മൈൻഡിലേക്ക് കൊടുത്തിട്ട് അത് വിഷ്വൽ ചെയ്യുക ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആ ഒരു തോട്ട്സിന് എന്തുണ്ട്? എനർജി പവർ ഉണ്ട്. ആ ഒരു എനർജിക്ക് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന, നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാച്ച് ആയി നമ്മുടെ ലൈഫിലേക്ക് വരും. ഓക്കെ. അപ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസിൽ നമ്മൾ ഇവിടെ മാത്രം ക്ലിയർ ചെയ്തതുകൊണ്ട് കാര്യമില്ല. എവിടെ പോകണം? ചൈൽഡ്ഹുഡിൽ വന്നിട്ട് റൂട്ട് കോസസ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഹീല് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു യെസ് മാഡം ഒരു സംശയം. ചോദിച്ചോളൂ. മാഡം ഒരു സംശയം. ചോദിക്കും. അപ്പൊ ഈ നമ്മളെ ഹീൽ ചെയ്യുമ്പോഴേ നമ്മളെ മാമിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. ഹീൽ ചെയ്യുമ്പോ നമ്മള് മാം എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഹലോ. മാമിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല. എനിക്ക് മാത്രമാണോ? മറ്റുള്ളവർക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ ക്ലിയർ ആവുന്നില്ല. ഇല്ല. ഹലോ കേൾക്കുന്നുണ്ടോ മാം? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം. ജസ്മി മാം, വോയിസ് ബ്രേക്ക് പിന്നെ ആവുന്നു. കേൾക്കുന്നുണ്ടോ? പിന്നെ സംസാരിക്കും. ഇല്ല, കേൾക്കുന്നില്ല മാം. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ശരി മാം. ഓക്കെ. ലാസ്റ്റിലേക്ക് നമുക്ക് വരാം കേട്ടോ. മാം ഒന്ന് റേഞ്ചുള്ള ഇടത്തേക്കൊന്ന് മാറി നിൽക്കണം. ഓക്കെ.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് അട്രാക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇവിടെ ക്ലിയർ ചെയ്താൽ മാത്രം ക്ലിയർ ആവില്ല, അല്ലേ? നമ്മൾ പല സമയത്തും പല സൊല്യൂഷൻസ് എടുക്കും, പക്ഷെ അതെന്താണ്, ശാശ്വതമാവാറില്ല. വീണ്ടും അതിലേക്ക് തന്നെ ആ ഒരു പഴയ പ്രോബ്ലത്തിലേക്ക് തന്നെ നമ്മൾ പോവും. താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുകയും പിന്നീടും എങ്ങോട്ട് പോകും, താഴേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എവിടെയാണ്? റൂട്ട് കോസിലാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പല ഏരിയാസിൽ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും. റിലേഷൻഷിപ്പ് ഏരിയാസിൽ ഇപ്പം നിങ്ങളുടെ ആ ഒരു മാരീഡ് ലൈഫൊക്കെ എല്ലാവരുടേതും അല്ല, ചില ആളുകൾ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ റേറ്റ് അല്ലെങ്കിൽ സെപ്പറേഷനൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലേ നമ്മൾ ഒരുപാട് പഠനങ്ങൾ പറയുന്നു, കൂടിയിട്ട് താരതമ്യേന പഴയ കാലങ്ങളേക്കാൾ കൂടിയിട്ടുള്ളൊരവസ്ഥയിലാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇവിടേക്ക് എന്താണ് ഇഷ്യൂസ് വരുന്നത് എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കാം. എന്താണ് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരാനുള്ള റൂട്ട് കോസസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതെന്ന്. ആർക്കെങ്കിലും അങ്ങനെ റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി ഹീൽ ചെയ്യുമ്പോഴാണ്, ക്ലിയർ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മളിത് കോഴ്സിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാമായിരിക്കും, അല്ലേ? നമ്മൾ EFT കോഴ്സിലൂടെ ഇത് ചെയ്യുന്നുണ്ട്. ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് മന്ത്ലി കോഴ്സസ് വരുന്നുണ്ട്. EFT ട്രോമ ഹീലിംഗ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൂടെ നമുക്കിത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡിൽ എന്ത് അനുഭവിക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നതെന്നാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ബാല്യകാലത്ത് നമുക്ക് റിജക്ഷൻസ്, അതുപോലെ നെഗ്ലക്റ്റ് ഒക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്, നമ്മുടെ പാരൻസിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നോ സിബ്ലിങ്സിൽ നിന്നോ ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ വാല്യൂ ചെയ്യാതെ നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ നമ്മൾ മറ്റുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് അനുഭവിക്കും. അതുപോലെ നമ്മൾ കാണുകയാണ്, നമ്മുടെ പാരൻസ് എപ്പോഴും വഴക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവർ നമ്മൾ കാണുകയാണ് ഇങ്ങനെ വഴക്ക് കൂടുന്നതും ഒരു സ്നേഹത്തോടെ അല്ലാത്തൊരു പെരുമാറ്റവും, എപ്പോഴും വഴക്കൂടുക, ഫിസിക്കലി ഇപ്പം അടി കൂടുന്നു, ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് എപ്പോഴും ഈ ഒരു പ്രശ്നങ്ങൾ കണ്ട് വളർന്നൊരു കുട്ടിയുടെ റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് വരും. ഓക്കെ. അതുപോലെ ചീറ്റ് ചെയ്യപ്പെടുക, ഫ്രണ്ട്സ് ഒക്കെ ചീറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള നമ്മുടെ ബന്ധങ്ങളിലുള്ള ഇഷ്യൂസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇത് നമ്മുടെ ഉള്ളിലൊരു ബിലീഫായിട്ട് വളർന്നിട്ടുണ്ടാവും. എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഇഷ്ടങ്ങൾ അറിയുന്നില്ല. ഈ രീതിയിൽ നമ്മുടെ ഉള്ളിലൊരു ബിലീഫ് രൂപപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ മാരീഡ് ലൈഫ്, ഇപ്പം പാരൻസൊക്കെ ദിവസവും കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർഡ് ആയിട്ടൊരു ബിലീഫായിട്ട് വളർന്നിട്ടുണ്ടാവും. മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, അവിടെ സന്തോഷം ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ ഒരു വഴക്കടിച്ചുകൊണ്ടാണെന്നുള്ളൊരു ബിലീഫ് കൂടിക്കഴിഞ്ഞാൽ അതിന് മാച്ചായിട്ടുള്ള പാർട്ട്ണറാണ് ആൾക്ക് കിട്ടുക. ആ ഒരു ബിലീഫിന് മാച്ചായിട്ടുള്ള ഒരു പാർട്ട്ണർ ലൈഫിലേക്ക് വരികയും അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ പറയും എന്താണ്, അവൾ ശരിയല്ല, അവൻ ശരിയല്ല, ഹസ്ബൻഡ് ശരിയല്ല, നമ്മൾ അങ്ങനെയല്ലേ പറയാ, എന്നെ മനസ്സിലാക്കുന്നില്ല. എവിടെയാണ് പ്രോബ്ലം, എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഈ ബിലീഫ് ഉള്ളത് കൊണ്ടാണ് നമുക്കിത് വരുന്നത്. ഇത് അട്രാക്ട് ചെയ്യാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിന് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണ്ടതാണെന്ന് വിചാരിച്ച് അങ്ങനെ അട്രാക്ട് ചെയ്ത് തരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്തില്ല, അനലിറ്റിക്കൽ പവർ ഇല്ല, ബുദ്ധിയില്ല എന്നാ പറയാ. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് ശരി മാത്രം നമുക്ക് അട്രാക്ട് ചെയ്യാം എന്നുള്ള ഒരു അനലിറ്റിക്കൽ പവർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനില്ല. അത് എന്താണോ ഉള്ളത്, അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, അത് അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് തരിക. അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരിക ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് അനുഭവിക്കുന്നതിന് ആർക്കെങ്കിലും ഉണ്ടോ? റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ചൈൽഡ്ഹുഡിൽ പോയി നോക്കുക. ഇങ്ങനെ വാല്യൂ ഇല്ലാത്ത, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ടാവും, അല്ലേ?
ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഇമോഷൻ ഉണ്ടാവും. എന്നെ മനസ്സിലാക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നില്ല എന്നോ, അല്ലെങ്കിൽ എനിക്കൊരു ഫ്രീഡം തരും, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പിന്നെ കടന്നു പോവാറുണ്ടല്ലേ പല ഇമോഷനിലൂടെയും. ഈ ഒരു ഇമോഷന് ഇതുപോലെ നിങ്ങൾ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചൊരു കാരണം ഉണ്ടാവും. ഓക്കെ, ഈ ഒരു അതേ സിറ്റുവേഷൻ. അപ്പോൾ അത് പോയി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് റൂട്ട് കോസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ ഫിനാൻഷ്യൽ ബ്ലോക്ക് അനുഭവിക്കുന്നവരുണ്ട് അല്ലേ? അത് ഏകദേശം എല്ലാവർക്കും ഉണ്ടാവും ഫിനാൻഷ്യലി പ്രോബ്ലംസ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? പിന്നെ ഈ ചൈൽഡ്ഹുഡിലുള്ളത് മാത്രമല്ല കേട്ടോ, ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത് മറ്റു കാര്യങ്ങൾ വരുമല്ലോ, അത് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അട്രാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്, ഒരു സൈക്കിൾ പോലെ. ഇപ്പോൾ ബിസിനസ്സിൽ തുടരെ തുടരെ ലോസുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡിലാണ് ബേസിക് റൂട്ട് കോസ് അവിടെയൊക്കെ കിടക്കുന്നെങ്കിലും പിന്നീട് നമ്മൾ ഒരു അഡൾട്ടിലേക്ക് വന്നപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഈ ചൈൽഡ്ഹുഡിലുള്ള ട്രോമയുടെ കാരണം ഈ ഒരു ബിലീഫ് കാരണം, ലിമിറ്റിംഗ് ബിലീഫ് കാരണം, ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റത്തിന് പറയാം ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നാണ് കേട്ടോ, പരിമിതമായ വിശ്വാസം. ഓക്കെ, ഈ ലിമിറ്റിംഗ് ബിലീഫ് കാരണം നമുക്ക് ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലോസ് വന്നു. ഓക്കെ, അതിൽ നമുക്ക് നല്ല പെയിനും കാര്യങ്ങളായിട്ട് അതിൽ നിന്നൊരു ബിലീഫ് നമ്മളിൽ വരും. ഇത് വീണ്ടും എന്താണ്, വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ ബാധിക്കും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻ എന്താണ്, എൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടു, അതൊരു സങ്കടമായിട്ട് വിഷമമായിട്ടാണ്. അപ്പം അതിന് മാച്ച് ആയിട്ടുള്ളതിനെ വീണ്ടും സംഭവിക്കുക. ഈ രീതിയിൽ അതൊരു സൈക്കിളായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആ റൂട്ട് കോസ് എടുത്ത് ഹീൽ ചെയ്ത് ഈ കാര്യങ്ങളും ഹീൽ ചെയ്യുമ്പോഴാണ്, റൂട്ട് കോസ് മാത്രമല്ല ഈ കാര്യങ്ങളും ഹീൽ ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവുക. അപ്പോൾ ഫിനാൻഷ്യൽ ട്രോമാസ് നമ്മൾ അനുഭവിച്ച ഇപ്പം ചെറുപ്പകാലങ്ങളിലേക്ക് വരാണെങ്കിൽ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതായിട്ട് നമുക്കുണ്ടാവും അല്ലേ? നമുക്ക് ഇപ്പം സൈക്കിൾ വേണം, അല്ലെങ്കിൽ നല്ല ഉടുപ്പ് വേണം, അങ്ങനെ, അല്ലെങ്കിൽ ടൂർ പോകണം. ഇതിനൊക്കെ നമുക്ക് ക്യാഷ് വീട്ടിൽ ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ്, പാരൻസ് കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരു സമയമാണെങ്കിൽ അവർ പറയും, മോനെ അതിനൊന്നും പോകണ്ട, അല്ലെങ്കിൽ മോളെ അതൊന്നും നമുക്ക് പറഞ്ഞല്ല, നമുക്ക് ഫിനാൻഷ്യലി എന്താണ്, നമ്മൾ കഴിവില്ലാത്തവരാണ്, നമുക്കതൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു ബിലീഫ് രൂപപ്പെടും. എന്താണ്, പണത്തിന് ഞാൻ അർഹനല്ല, പണം എനിക്ക് പറഞ്ഞ കാര്യമല്ല, അല്ലെങ്കിൽ അതിലൊരു സങ്കടം ഉണ്ടാവും, വിഷമം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം കാര്യങ്ങൾ. അപ്പം ഇത് പിന്നീട് ആ ഒരു ബിലീഫ് ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പണം നമ്മളിലേക്ക് വരുമോ? പണം വരില്ല. പണം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കും. എല്ലാം എനർജിയാണ്. പണമാവട്ടെ, ഈ ലോകത്ത് എന്തുണ്ടോ അതിനെല്ലാം ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്, ഒരു എനർജി ഫീൽഡ് ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പം നമ്മൾ അട്രാക്ട് ഇതെല്ലാം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമ്മൾ നേടുന്നത് അതെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ എനർജി ഫ്രീക്വൻസി മാച്ചായിട്ട് നമ്മളിലേക്ക് വരുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ആ ഒരു എനർജി ഫ്രീക്വൻസി മാച്ച് ആയിട്ടില്ല, അലൈൻഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് നമ്മളിലേക്ക് വരാതിരിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള ഈ ഇങ്ങനെയുള്ള നമ്മൾ കേട്ട കാര്യങ്ങൾ, അതുപോലെ പണം നഷ്ടപ്പെടുന്നത്, ഏതൊരു സംഭവം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴും, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എങ്ങനെ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പം ആവർത്തിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻറ്റൻസീവായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഓക്കെ, ബോധമനസ്സ്, ഉപബോധ മനസ്സ്. ബോധമനസ്സ് നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് അതൊക്കെ ബോധ മനസ്സിലാണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നത്, നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് കോൺഷ്യസ് മൈൻഡിന്റെ ഹെൽപ്പോടുകൂടി. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലേ, നമ്മളിങ്ങനെ പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് എങ്ങനെയാണ്? വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്താവും, നമ്മുടെ മൈൻഡിലേക്ക് പോകും അല്ലേ, പിന്നീട് നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും.
അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള നമ്മൾ പണത്തിന് അർഹനല്ല, നമുക്ക് പണം കിട്ടൂല, നമ്മളത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ബിലീഫ് വരും. പണം എന്നിലേക്ക് വരില്ല, ഞാനത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഞാനതിന് അർഹനല്ല എന്നുള്ള ആ ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുപോലെ ഇൻറ്റൻസീവായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? നമ്മൾ ഇപ്പം ആരെങ്കിലും ഒരുപാട് ആളുകളുടെ ഇടയിൽ നമ്മളെ വഴക്ക് പറയാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സ്കൂൾ ലൈഫിലൊക്കെ നടന്ന ട്രോമാസ് ഉണ്ടാവാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നമ്മളെ ഒന്ന് ബ്ലെയിം ചെയ്യാണ്. അതൊക്കെ നമ്മൾ മറക്കുമോ പിന്നീട്? ഇല്ല. അത് അത്രയും ഇൻറ്റൻസീവ് ആയിട്ട് സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. സങ്കടം മാത്രമല്ല, സന്തോഷമുള്ള കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഓർത്തെടുക്കും, അല്ലേ? എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ളതും ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുക. അത് വൺസ് അത് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുകയും ചെയ്യും. അത് നന്നായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഫിനാൻഷ്യൽ ബ്ലോക്ക് വരാനുള്ള കാരണം, പിന്നെ അത് മാത്രമല്ല, ഫിനാൻഷ്യലി നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കാന്നുള്ളതും, നമ്മുടെ മണി ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എനർജിയാണ്. ഈ ഫിനാൻഷ്യൽ ബ്ലോക്ക് ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മണിയുടെ എനർജി, ഒരു മണി ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കോഴ്സിൽ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അതിൽ മണിയുടെ എനർജി ലെവൽ 432 ആണ്. ഈ 432ലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതും കൂടെ മണി ബ്ലോക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അത് വേറൊരു ഏരിയ ആണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നീട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഹെൽത്ത് ഇഷ്യൂസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നീട് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അല്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, നമ്മളൊന്ന് വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള തോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല സ്വപ്നങ്ങളും പല ഗോൾസും നമുക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആഗ്രഹമുണ്ട് ചെയ്യാൻ, പക്ഷെ എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളിന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള അവസ്ഥ. ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ ചെറുപ്പകാലത്ത് നമ്മളെ കുറ്റപ്പെടുത്തും, അല്ലേ? പാരൻസും സിബ്ലിങ്സും ടീച്ചേഴ്സും ഒക്കെ നിന്നെക്കൊണ്ടൊന്നും കഴിയില്ല, നീ പൊട്ടനാണ്, മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറയാറുണ്ട്, അല്ലേ? നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ബിലീഫ് എന്താണ്? ഞാൻ മോശമാണ്, എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ ബിലീഫാണ് അവിടെ വർക്ക് ചെയ്യുക. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നിനക്കതിന് കഴിയില്ല, അത് ഫെയിലാവും, വേണ്ട, അതിലേക്ക് പോകണ്ട, ആ ഒരു സാധനം. കാരണം നമുക്ക് കിട്ടിയ പ്രോഗ്രാമിംഗ് അങ്ങനെയാണ്. അപ്പം അത് ക്ലിയർ ചെയ്താലാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കുക, ആ ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുക. നമ്മൾ പിടിച്ചു വെക്കും, നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്കതിലേക്ക് പോകാനായിട്ട് കഴിയില്ല. കാരണം ഈ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഒരു ബിലീഫ് നമ്മുടെ ഉള്ളിൽ അത്രയും ഇമ്പാക്റ്റ് ആ ഒരു ബിലീഫിനുണ്ട്. ആ ബിലീഫാണ് പിന്നെ നമ്മളെ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പം ഇത്തരത്തിൽ ഒരുപാട് റൂട്ട് കോസസ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏതൊരു പ്രോബ്ലത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അഡിക്ഷൻസ്, അല്ലേ? എന്താണ് അഡിക്ഷൻസിന് കാരണം? നമ്മൾ ആൽക്കഹോളിക്, ഇപ്പം ഡ്രഗ് യൂസ് ചെയ്യുന്നു, അതുപോലെ മദ്യപിക്കുക, പുകവലിക്കുക, സ്മോക്കിംഗ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താണ്? അതാണോ യഥാർത്ഥ പ്രശ്നം? അഡിക്ഷൻസ് എന്ന് പറയുന്ന ഒരു എസ്കേപ്പിസ് ആണെന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. നമ്മൾ രക്ഷപ്പെടുകയാണ് എന്തിൽ നിന്ന്? നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ മൈൻഡ് ഒക്കെ അല്ലാതിരിക്കുമ്പോഴാണ്, അല്ലേ, നമ്മൾ ഇതിലൊക്കെ പോവുക, അല്ലേ? നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, പെട്ടെന്ന് നമുക്ക് ഒന്ന് റിലാക്സ് ആവണം. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതിലേക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനൊക്കെ റൂട്ട് കോസ് വേറെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ മാത്രം ഹീൽ ചെയ്തുകൊണ്ട് ക്ലിയർ ആവില്ല, അതിന് മാത്രം സൊല്യൂഷൻ കണ്ടുകൊണ്ട്, അതുകൊണ്ടാണ് വീണ്ടും അതിലേക്ക് നമ്മൾ പോകുന്നത്. അതിന് പോവാനുള്ളൊരു റീസൺ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതുപോലെ
എന്താണ് നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങളോട് സങ്കടങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒന്ന് റിലാക്സ്ഡ് ആവണം, ഒരു സുഖം തേടണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്നത്. അതിൻ്റെ റൂട്ട് കോസ് വേറെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഏതൊരു ചാലഞ്ചിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ കാരണം, യഥാർത്ഥ മൂല കാരണം എവിടെയാണ്? മറ്റൊന്നാണെന്ന് മനസ്സിലാക്കുക. അത് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ. ഇത് നമുക്കൊരുപാട് ഇപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ, അതാണോ പ്രശ്നം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതാണ് റിയാലിറ്റി. നമ്മുടെ കോഴ്സിലൂടെ നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. EFT കോഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തവർ തന്നെ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. എന്താണ് BP അല്ലേ? ബ്ലഡ് പ്രഷർ നോർമൽ അല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതെന്താണ് കാരണം? ആർക്കെങ്കിലും അത് ഇപ്പം വൺസ് അത് വന്നിട്ട് മെഡിസിനൊക്കെ എടുത്തിട്ട് അത് ക്ലിയർ ആവാറുണ്ടോ? മെജോറിറ്റി എന്താ ഉണ്ടാവാറുള്ളത്? ആ ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ലൈഫ് ലോങ് അത് കഴിച്ചു പോവാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിനൊക്കെ റൂട്ട് കോസസ് വരുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള സ്ട്രെസ് ആണ്. ഓക്കെ. അപ്പോൾ ദീർഘകാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ആണ് അതിനൊക്കെ കാരണം. ഓക്കെ. ഇപ്പോൾ വൈകാരിക പ്രശ്നങ്ങൾ, ദീർഘകാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാലം നമ്മൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് അത് പഠിക്കാനുള്ള ഒരു ഏരിയ, മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ പഠിക്കാനുള്ള വേറൊരു ബ്രോഡായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ മൈൻഡും ബോഡി എങ്ങനെ കണക്റ്റഡ് ആണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ബയോളജിക്കലി നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ വരുന്നത് എന്നുള്ളതൊക്കെ കൂടുതൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അത് നമ്മൾ 99% ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ സ്ട്രെസ് ആണ്. ഈ BP കൂടുന്നു നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? ഇപ്പൊ നേരത്തെ ആളുകൾക്ക് വരുന്നൊരു കാര്യമാണ് BP നോർമൽ അല്ലാത്തൊരവസ്ഥ. ഒന്നുകിൽ ഹൈ BP അല്ലെങ്കിൽ ലോ എന്നുള്ള രീതിയിൽ. ഇതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ ദീർഘകാലം അനുഭവിക്കുന്ന ഒരു പ്രോബ്ലംസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് പ്രശ്നമായിട്ട് വരികയാണ്. ഓക്കെ. അപ്പൊ ഇത് ഈ പ്രോബ്ലംസ് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്സും കാര്യങ്ങളും നമ്മുടെ പ്രോബ്ലംസും നമ്മൾ ഹീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അതിന് ലഭിക്കുന്നത്. ഒരുപാട് പേർക്ക് BP ക്ലിയർ ആയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഷുഗർ ലെവൽ അല്ലേ, ഡയബറ്റീസ് പ്രോബ്ലംസ് എന്താണ്? ജീവിത മധുരം നഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അല്ലേ, നമ്മുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മധുരം ഉണ്ട് അല്ലേ? ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ പോവാന്നുള്ളത്. അപ്പോൾ അത് ഹോളിസ്റ്റിക് മെഡിസിൻ ആവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏതൊരു തൈറോയിഡ് ആയാലും തൈറോയിഡിന്റെ പിന്നിലുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് അപമാനം സഹിക്കേണ്ടി വന്ന പല റൂട്ട് കോസസും ഉണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമുക്ക് ഏതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ തൈറോയിഡൊക്കെ ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ടി വരിക, നമുക്ക് നമ്മളെ വാല്യൂ ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ തൈറോയിഡ് ലെവൽ അബ്നോർമൽ ആവും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പോയി ഹീൽ ചെയ്ത്, എന്താണോ റൂട്ട് കോസ് അത് പോയി ഹീൽ ചെയ്യുമ്പോൾ ഇവിടെ നോർമൽ ആവുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറയില്ലേ, BP ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, എന്താണ്, എന്തോ സ്ട്രെസ് ഉണ്ടല്ലോ, എന്ത് പറ്റി അല്ലേ? ഈ സ്ട്രെസ് ആണ് കാരണം എന്ന് മെഡിക്കൽ സയൻസിനും അറിയാം. പക്ഷെ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് EFT, ഇമോഷണൽ
ഫ്രീഡം ടെക്നിക്. നമ്മുടെ ഇമോഷൻസ് ആണ് ഇമോഷൻസ് ആണ് നമ്മുടെ പ്രോബ്ലംസ്. അതിൽ നിന്നും നമുക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു ടെക്നിക്കാണ് എന്ത് EFT എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ അല്ലെ പല ഡെത്ത് അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്. അതുപോലെ ഇതെല്ലാം ഷുഗർ ലെവൽ അബ്നോർമൽ ആവാനുള്ള കാരണമാണ്. അതിലൊരു മതുമ്പോൾ നമ്മൾ എന്താവും, നമ്മുടെ ബോഡിയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും, കെമിക്കൽ റിയാക്ഷൻസ് വരും. അത് നമ്മുടെ ബോഡിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്താണ്? ഹീലിംഗ് ആണ്. റൂട്ട് കോസ് കണ്ടെത്തി ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് ഇനി ഒന്ന് നോക്കുന്ന ഒരു കാര്യം, ഇമ്പോർട്ടൻസ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു റൂട്ട് കോസ് കണ്ടെത്തി ഹീൽ ചെയ്യുന്നതിന് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇപ്പൊ നമുക്ക് സർഫേസ് സിംറ്റംസ് ടെമ്പററി റിലീഫ് മാത്രമേ നൽകുള്ളൂ, താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ റൂട്ട് കോസ് പോയിട്ട് ഹീൽ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു പെർമനന്റ് ഷിഫ്റ്റ് ആണ് നമുക്ക് ലഭിക്കുക. പെർമനന്റ് ആയിട്ട് നമുക്ക് എന്താവും, അതിനൊരു ആശ്വാസം, അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് റൂട്ട് കോസ് പോയി ഹീൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. പിന്നീട് എന്താണ്, നമുക്ക് ബ്രേക്ക് ദ റിപ്പീറ്റ് സൈക്കിൾ. അല്ലെ, ഒരേപോലെയുള്ള പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വരാറുണ്ട്, ഒരു സൈക്കിള് പോലെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ബിസിനസ് ലോസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഫെയിൽ ആവുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ഫെയിൽ ആവുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ഫെയിൽ ആവുന്നു. അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് വരാം അല്ലേ. ഈ ഒരു സൈക്കിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. റൂട്ട് കോസസ് ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഈ ഒരു റൂട്ട് കോസ് ഹീലിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ ഉള്ളത് എംപവർമെൻ്റ് ആണ്. മീൻസ് ഇപ്പം നമ്മൾ ഇപ്പം പല ഇഷ്യൂസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താ പറയുക? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും അല്ലേ. നീയാണ് കാരണം, അവനാണ് എന്നോട് അത് ചെയ്തത്, അവൻ എന്നെ കുറ്റപ്പെടുത്തി, അവൻ എന്നെ എന്താണ് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പല കാരണങ്ങൾ കണ്ടെത്തും. പക്ഷേ യഥാർത്ഥ കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള അതിന് മാച്ചായിട്ടുള്ള ഒരു ബിലീവ്, ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 0 to 15 ഇയേഴ്സിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളുടെ റിപ്പീറ്റേഷനാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ വരുന്നത്. ഓക്കെ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, എല്ലാം പഠനങ്ങൾ തെളിയിച്ച കാര്യങ്ങളാണ്. മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സീനിയർ മെൻറ്ററാണ്. ഒരുപാട് കേസുകൾ നമ്മൾ കാണാറുണ്ട്. ക്ലിയർ ആയിട്ടുള്ളതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് എനിക്കുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത്, ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ഇങ്ങനെ ഒരു സെഷനിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഓക്കെ. എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒട്ടും എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അപ്പം EFTയിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായ റൂട്ട് കോസ് ഉണ്ടായി. ചൈൽഡ്ഹുഡിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്റ്റേജ് ഫിയർ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ സ്മൂത്തായിട്ട് സംസാരിക്കാനുള്ള ഒരു ധൈര്യവും എല്ലാം എനിക്ക് വരികയാണ് ചെയ്തത്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ ഒരുപാട് എനിക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു EFTയിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ ക്ലിയർ ചെയ്തെടുത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് റൂട്ട് കോസ് ഹീൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഓക്കെ. പിന്നെ ഉള്ളത് എന്താണ്, ഇപ്പം പറഞ്ഞു വന്നിരുന്നതാണ്, നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളിലേക്ക് നോക്കും. എന്താണ് പ്രോബ്ലം, റിയൽ പ്രോബ്ലം എന്താണ്, അത് മനസ്സിലാക്കാനും ഹീൽ ചെയ്യാനും നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ്, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മളാണ് പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാവുമ്പോൾ അത് നമുക്ക് തന്നെ അതെടുത്ത് ക്ലിയർ ചെയ്യാനും പറ്റും. EFTയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരാളുടെ ഹെൽപ്പ് എടുക്കാതെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്
സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളത്. പിന്നെയുള്ളൊരു ബെനിഫിറ്റ് എന്താണ്? നമ്മൾ റൂട്ട് കോസ് എടുത്ത് ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സും ഹെൽത്തും എല്ലാം ബെറ്റർ ആവും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ബിലീഫ്സ്, ഇങ്ങനെയുള്ള ട്രോമാസ് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഹെൽത്തിനെ, റിലേഷൻഷിപ്പിനൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള പ്രോബ്ലംസ് ക്ലിയർ ആവുന്നതിലൂടെ നമ്മുടെ പുറത്തും പ്രോബ്ലംസ് ക്ലിയർ ആവും. നമ്മുടെ ഉള്ളിലാണ് ക്ലിയർ ആവേണ്ടത്. ലുക്ക് ഇൻസൈഡ്, നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മളിലേക്കാണ് നമ്മൾ ആക്ഷൻസ് കൊണ്ടുവരേണ്ടത്, നമ്മളാണ് റെക്ടിഫൈ ചെയ്യപ്പെടേണ്ടത്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചുറ്റിലുള്ള നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും. നമ്മുടെ ഉള്ളിൽ ക്ലിയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള എനർജി പോസിറ്റീവ് ആവും. പോസിറ്റീവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഹീൽ ചെയ്യാം? ഇനിയിപ്പം ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു ഹീൽ ചെയ്യുക അല്ലേ, ക്ലിയർ ചെയ്യുക, റൂട്ട് കോസ് എടുത്ത് ഹീൽ ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് ക്ലിയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാണ്? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ബിഗിനേഴ്സിനോട് പറയാണ്. ഇതിന് നമുക്ക് ഒരു ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എങ്കിലും വിശദമായിട്ടൊന്ന് പറയാണ്. നമുക്ക് EFT എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഈ ടെക്നിക്കിൽ നമുക്ക് ഒരു പ്രോസസ്സ് ഉണ്ട്, ടാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഈ ടാപ്പിങ്ങിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അനുഭവിച്ച അപ്പം ഈ ട്രോമാസിൽ നിന്ന് ഇപ്പം നേരത്തെ മാം പറഞ്ഞല്ലോ, ഒരു സാർ ഉണ്ടായിരുന്നു, സാറ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോഴും സാറിനോട് മിണ്ടൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു സങ്കടം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടാപ്പിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് പുറത്തെടുത്ത് ക്ലിയർ ചെയ്ത് ആ ഒരു ഇമോഷൻസിനെ നമ്മളിൽ നിന്നും കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇമോഷൻസ് ആണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, ഈ ഒരു ഇമോഷൻ ഇല്ലെങ്കിൽ ഇപ്പം എന്നെ നിങ്ങൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, ഞാനത് എന്നെ ബാധിച്ചിട്ടേ ഇല്ലെങ്കിൽ ഞാനത് നെവർ മൈൻഡ് ആക്കി വിടുകയാണെങ്കിൽ എന്താണ് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനതൊരു സങ്കടമായിട്ട് വിഷമമായിട്ട് എടുക്കുമ്പോഴാണ് അതെന്നെ ബാധിക്കുന്നത്. ആ ഇമോഷൻസ് ആണ് എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഇമോഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീ ആവണം. അതിനുള്ള ഒരു പ്രോസസ്സാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഏത് വലിയ ട്രോമാസും, ഇപ്പം നമ്മുടെ ലൈഫിൽ പല ഇതിൽ നമ്മൾ കടന്നു പോകും അല്ലേ, വലിയ അപ്പം ബിഗ് ട്രോമാസും ഉണ്ട്, സ്മോൾ ട്രോമാസും ഉണ്ട്. അപ്പോൾ ഇതിൽ സെക്ഷൽ അബ്യൂസസ് ഒക്കെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അതുപോലെ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണങ്ങൾ, ഇതൊക്കെ നമ്മളങ്ങ് തളർത്തി കളയും അല്ലേ, നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ പോകും. അങ്ങനെ പോവാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ട്രോമാസ് വരെ നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് മാക്സിമം പോയ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീല് ചെയ്ത് ഇമോഷൻസിൽ നിന്നും ഫ്രീ ആവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, റിയാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ, നമുക്ക് എനർജറ്റിക് ആവാനും, നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് അത് കണ്ടെത്തി നമ്മൾ ഹീല് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. ഇത് EFT. ഒരു സംശയം ചോദിക്കട്ടെ? ഓക്കെ, അത് നേരത്തെ ചോദിച്ചതാണേ, പറ്റിയില്ലല്ലോ, ക്ലിയർ അല്ലാത്തതുകൊണ്ട്. പറഞ്ഞോളൂ. പിന്നെ ഞാന് ഇത് മാഡം പറഞ്ഞല്ലോ ഹീൽ ചെയ്യുന്നത്, അത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഉണ്ടാവുന്നുള്ളത്. അപ്പോ അമ്മയുടെ ഗർഭപാത്രത്തിൽ അങ്ങനെയല്ല മാം, 80% പ്രോഗ്രാമിംഗ് നടക്കുന്നത് വൂം സ്റ്റേജിലാണ്. പിന്നീടുള്ളത് 20% വരുന്നത് ചൈൽഡ്ഹുഡിൽ, 15 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിൽ. അതെ അതെ. പറഞ്ഞോളൂ. ഇപ്പൊ ഈ ഗർഭപാത്രത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ, അപ്പൊ അത് നമുക്ക് എങ്ങനെ അറിയുന്നത്? നമ്മളെ കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ ഹീൽ ചെയ്യാം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ഓർത്ത് നമുക്ക് പറയാം. പക്ഷെ അമ്മയ്ക്ക് നമ്മൾ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചും കൂടി പറഞ്ഞാലേ നമുക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അത് എങ്ങനെയാന്ന് അപ്പൊ വെച്ച് അതെങ്ങനെ മനസ്സിലാകും? അമ്മയുടെ പ്രശ്നങ്ങൾ കൂടി നമ്മൾ അറിയണ്ടേ? അപ്പൊ ചിലപ്പോ അമ്മയ്ക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതെങ്ങനെ മാം? അത് ഞാൻ പറയാം. അത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവണം എന്നില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്. നമ്മളിപ്പോൾ അഡ്വാൻസ് ലെവലിൽ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു തെറാപ്പിയാണ്, വൂം തെറാപ്പി, മെട്രിക്സ് റീഇംപ്രിന്റിംഗ്, അതുപോലെ വൂം തെറാപ്പി എന്നൊക്കെ പറയും. വൂം തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക്
ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അനുഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡ് ആണ്. ഇന്റൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡ് ആണ്. ഇത് നമ്മൾ ആ തോട്ടിലേക്ക്, ഇപ്പോൾ നമ്മൾ വൂം തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പി ഉണ്ട്. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഓക്കെ ആ ഒരു 9 മന്ത് വരെയുള്ള ഒരു തെറാപ്പിയാണ്. ഇതിലൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിരുന്ന് കടന്നു പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഓക്കെ അനുഭവിച്ച കാര്യങ്ങൾ ആ സമയത്ത് ഫീൽ ചെയ്യാനും അത് നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അതപ്പോ ഹിപ്നോട്ടിസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഹിപ്നോട്ടിസ് അല്ല. അല്ല, ഇത് തെറാപ്പി തന്നെയാണ്. ഓക്കെ. നമ്മൾ ഇരുന്നിട്ട്, നമ്മളൊരു ഹീലറായി ഇരുന്നിട്ട് തെറാപ്പി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് EFTയില് ഫസ്റ്റ് ഇതില് ചെയ്യാൻ കഴിയില്ല അല്ലേ? ഇല്ല, അപ്പൊ അത് അഡ്വാൻസ് ലെവലിലാണ്. കാരണം അത് അത്രയും ഡീപ്പർ ലെവലിലെ ഹീലിംഗ് അല്ലേ. ഇത് ഓക്കെ. നമ്മൾ ബേസിക് ലെവലിൽ ചെയ്യുന്നത്, നമ്മൾ ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങൾ അത് ആദ്യം അത് ക്ലിയർ ചെയ്തിട്ടാണ് പിന്നീടാണ് വൂമ്പിലേക്ക് നമുക്ക് പോകുന്നത് ബെറ്റർ ആയിട്ടുള്ളത്. ആദ്യം ഒന്ന് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അത് നമുക്ക് എല്ലാം നമ്മൾ അനുഭവിച്ച ഓരോന്നും നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആയിട്ടുണ്ട്. ആ ആ മേഡം, ഹോം യെസ്. സ്റ്റേജിൽ ഓക്കെ. ഹോം സ്റ്റേജിലുള്ള ട്രോമസ് ഇതേ ക്ലാസ്സിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ക്ലാസ്സിലാണ്? അത് അഡ്വാൻസ് ലെവലിലാണ്. EFT ബേസിക് പ്രോഗ്രാമിലല്ല, അഡ്വാൻസ് ലെവലിലാണ് ചെയ്യുന്നത്. അത് ഓഫ്ലൈൻ ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. 3 days പ്രോഗ്രാമാണ്. അത് നെക്സ്റ്റ് മന്ത് വരുന്നുണ്ട്. ഓക്കെ, അതെവിടെയാണ് അത് കാലിക്കറ്റ് വെച്ചാണ് നടക്കാറുള്ളത്. കാലിക്കറ്റ് ഇത് വെച്ചാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് കാലിക്കറ്റ് വെച്ചിട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യേണ്ടത്? അതാണ് ബെറ്റർ ആയിട്ട്. അത് ഡയറക്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ബേസിക് ചെയ്തിട്ട് ഒന്ന് ഹീലായി ക്ലിയർ അവയർനെസ് ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത് ബെറ്റർ ആണ്. അത് നല്ല എക്സ്പെൻസീവ് അല്ലേ മാം? അത് കൂടുതൽ ആണല്ലേ? കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ 3 days 5 star ഹോട്ടൽ അങ്ങനെയുള്ള ഒരു ആംബിയൻസിലാണ് അത് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. മാം, ഇതിലപ്പോ ഡെയിലി വരുന്ന കാര്യങ്ങളും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമോ? ഡെയിലി നമുക്ക് ഓരോ വിഷമം വരുവാണെങ്കിൽ ഡെയിലി വിഷമങ്ങൾ വരുന്നത് ഹീൽ ചെയ്യാം. ഡെയിലി വിഷമങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? റൂട്ട് കോസ് എന്തുകൊണ്ടാ? ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ്. റൂട്ട് കോസ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഡെയിലി പ്രശ്നങ്ങൾ വരുന്നത്. മേഡം, നമുക്ക് ബാഡ് ട്രോമ നമ്മളെ നമ്മളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഹീൽ ചെയ്യാൻ പറ്റുമോ? അത് ഓർമ്മയിൽ വരുന്ന മെഡിറ്റേഷൻ ഉണ്ട്, നമ്മളത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ മെഡിറ്റേറ്റ് ചെയ്തിരുന്നിട്ട് നമ്മുടെ തോട്ട്സിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരും. ഓക്കെ, പിന്നെ ഓർമ്മയില്ല. ട്രോമ തന്നെ നമുക്ക് ഓർമ്മയിൽ വേണമെന്നില്ല. ആ ഇമോഷൻ ഉണ്ടാവും, ഞാൻ ഇതൊക്കെ അനുഭവിച്ചു എന്നുള്ളൊരു ഇമോഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് ഏകദേശം ഒരു പിക്ചർ നമ്മുടെ ലൈഫിനെ കുറിച്ച് അറിയല്ലോ ചൈൽഡ്ഹുഡ്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ഇപ്പം കോഴ്സിലേക്ക് വരുന്നവർ പറയാറുള്ളത്, ട്രോമാസ് ആദ്യത്തെ സമയത്തൊന്നും കിട്ടൂല, ഓക്കെ, ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ഉള്ള ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നമുക്കിങ്ങനെ ഓർമ്മ വരും. ഓക്കെ, പിന്നെ ആ ഒരു മെഡിറ്റേഷനും കാര്യങ്ങൾ ചെയ്യുമ്പം അത് വരും കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഫീലിംഗ് മാത്രമുള്ളെങ്കിലും ഹീൽ ചെയ്യാൻ ഓക്കെയാണ്. ആ ഫീലിംഗ് മാത്രം ഹീൽ ചെയ്യാൻ വരും. പ്രോബ്ലം തന്നെ നമുക്ക് ഓർമ്മ വേണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും EFTയിലില്ല. നമ്മളത് ആ ഒരു പാസ്റ്റിലേക്ക് പോയിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് 12 days ലൈവ് സെഷൻസ് പ്ലസ് 30 days മെൻറ്ററിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ള EFT ബേസിക് കോഴ്സ്. അതിൽ 30 days നിങ്ങളുടെ കൂടെ മെൻറ്റർ ഉണ്ടാവും. ആ മെൻറ്റർ നിങ്ങൾക്ക് പേഴ്സണൽ സിറ്റിംഗ് തരും. അതുപോലെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഗ്രൂപ്പ് ഹീലിംഗ് സെഷൻസ് അവൈലബിൾ ആണ്. സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി 6 days ഹീലിംഗ് മീൻസ് 12 days സെഷന് ശേഷം 6 days ഹീലിംഗ് അവൈലബിൾ ആണ്. ഓക്കെ, യെസ്. മെൻറ്റർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് 12 days കഴിഞ്ഞ ശേഷം. അത് 5th ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും, മെൻറ്റർ നൽകും. അപ്പം മെൻറ്റർക്ക് കോൾ ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം, ഡീറ്റെയിൽ കോൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇതുപോലെ റൂട്ട് കോസിലേക്ക് പോകാം, അങ്ങനെയുള്ള ഒരു കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം 5th day മുതലാണ് മെൻറ്ററിങ് സ്റ്റാർട്ട് ചെയ്യുക.
ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 5th ഡേ മുതൽ മെൻറ്ററിങ് സ്റ്റാർട്ട് ചെയ്യും. ആ രീതിയിൽ പിന്നീട് പേഴ്സണൽ സിറ്റിംഗ് ഉണ്ടാവാനും നിങ്ങളുടെ റൂട്ട് കോസ് എടുത്ത് ഹീൽ ചെയ്യുന്ന സിറ്റിംഗ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. ഓക്കെ, മോർണിംഗ് മെഡിറ്റേഷൻ ഈ രീതിയിൽ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഏരിയാസിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളിപ്പം എന്ത് നേടിയാലും എന്താണ്, നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ, നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊന്നും നമുക്ക് പ്രയോജനമില്ല അല്ലേ. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? പീസാണ്, സമാധാനം, സന്തോഷം. ഇത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ആ ഒരു പീസ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചതും ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ കൺട്രോളിൽ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളത്, കോഴ്സൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ. അപ്പോൾ പിന്നീടുള്ള പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു മാത്രമല്ല വേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ട്രോമാസ് ഹീൽ ചെയ്യാനുള്ളൊരു ടൈം കണ്ടെത്തി ഹീൽ ചെയ്യുക വേണം. അപ്പോഴാണ് ആ ഒരു, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റൂട്ട് കോസ് ഹീൽ ചെയ്യണം എന്നുള്ളത്, ഹീൽ ചെയ്യാൻ നിങ്ങൾ അവൈലബിൾ ആവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അതർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ചോദ്യമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ഓക്കെ, അപ്പോൾ മെമ്പർഷിപ്പിന്റെ ഫീ എത്രയാണ്? സിൽവർ മെമ്പർഷിപ്പ് നിങ്ങൾ കോഴ്സ് ചെയ്ത ആളാണോ മാം? അല്ല. ഓക്കെ, കോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ടീമിലൊന്ന് ബന്ധപ്പെടുക. അത് സിൽവർ മെമ്പർഷിപ്പ് കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടും. സിൽവർ മെമ്പർഷിപ്പ് ഇല്ല, 30 ഡേയ്സിൻ്റെ കാര്യമാണെങ്കിൽ അതിനൊരു പേയ്മെൻറ്റാണ് ഉണ്ടാവുക. 2000 ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാത്തവരോട് അല്ലെങ്കിൽ ആഗ്രഹിച്ച് നിൽക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം എല്ലാം എന്താണ്, നിങ്ങളും അർഹിക്കുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവാൻ അത് നിങ്ങൾക്ക് അർഹതയുണ്ട് അല്ലേ. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഫിസിക്കലി ഒക്കെ ക്ലീൻ ചെയ്യും അല്ലേ, നമ്മുടെ ബോഡി ഡെയിലി നമ്മൾ കുളിക്കും, പല്ല് തേക്കും, എല്ലാം ചെയ്യും നമ്മൾ. ഇതെല്ലാം നമ്മൾ ചെയ്യാതിരുന്നുള്ള അവസ്ഥ എന്താ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നർ വേൾഡ്, നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലീൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക. നിങ്ങളോട് തന്നെ പറയുക, എനിക്ക് വേണ്ടി ഞാനിത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്നതിന്. നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു, താങ്ക് യു. Thank you, ma'am. Thank you all. Wonderful. Thank You, ma'am.